ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒരിക്കലൊക്കെ എടുത്തു. നാളെ നമ്മുടെ ഏറ്റവും പുണ്യമായ ഈ വർഷത്തെ ആദ്യത്തെ ഏകാദശിയാണ് സഫല ഏകാദശി. അപ്പോൾ സഫല ഏകാദശി നാളിൽ രാവിലെ എഴുന്നേൽക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കുളിക്കുക. കുളിച്ചതിന് ശേഷം മഹാവിഷ്ണുവിനെ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. വിളക്ക് കത്തിച്ച് 5 തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ കത്തിക്കുക. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അക്കൂട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മറ്റൊരാളാണ് അമ്മ മഹാലക്ഷ്മി. അതിനു മുമ്പായിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചതിന് ശേഷം, അതായത് നമ്മളുടെ ഏകാദശി എന്ന പുണ്യദിനത്തിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ വ്രതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ വിളക്ക് കത്തിച്ച് ഭഗവാൻ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. വിഘ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ചതുർബാഹു രൂപത്തിലുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. അമ്മ മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുക. 5 തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ കഴിയുന്നെങ്കിൽ കത്തിക്കുക. അതിനു മുമ്പായിട്ട്, ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ പൂജാമുറിയെല്ലാം തുടച്ച് വൃത്തിയാക്കി, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വിളക്ക് കത്തിക്കുന്നത് ആ ഭാഗങ്ങളെല്ലാം ശുദ്ധീകരിച്ച് വെക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം വേണം നാളെ അഴുക്കും പൊടിയും ഒന്നും ഉണ്ടാവരുത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം എല്ലാം ഒന്ന് നന്നായിട്ട് തൂത്ത് തുടച്ച്, പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല തുണിയിട്ടൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ വെക്കുക. പിന്നെ നമുക്കറിയാം നമ്മുടെ പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അലങ്കരിക്കണമെന്ന്. അതായത് നമുക്ക് ആ പടങ്ങളിലൊക്കെ ചന്ദനവും സിന്ദൂരവും ഒക്കെ ഇങ്ങനെ പൊട്ട് തൊട്ട് നമുക്ക് അതിനെ ഒരു അലങ്കാരങ്ങളൊക്കെ കൊടുക്കാം. നമ്മൾ വിഗ്രഹമാണ്, അതായത് പ്രതിമയാണ് മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെയൊക്കെ ചെറിയ പ്രതിമകൾ വെച്ച് നമ്മൾ പൂജിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനൊരു മുണ്ടൊക്കെ നമുക്ക് ഉടുത്തു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മാലയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ പൂക്കളൊക്കെ വെച്ച് നമുക്ക് അലങ്കരിക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സന്തോഷം വരും, നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സന്തോഷം വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതൊന്നും വേണ്ട. ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഭഗവാന് എന്തെങ്കിലും നൈവേദ്യം വെക്കാൻ പറ്റുന്നെങ്കിൽ വെക്കുക. അതായത് ഒരു പഴമെങ്കിലും ഭഗവാന് വെച്ച് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അരിയിട്ട് നിങ്ങൾക്ക് പാൽപ്പായസം ഉണ്ടാക്കി വെക്കാം ഭഗവാന്, പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്കത് വ്രതം എടുക്കുന്ന ആളുകൾക്ക് നാളെ അരിയാഹാരം നിഷിദ്ധമാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് പ്രസാദമായി കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചൗവരി മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് ചൗവരിയും പാലും പഞ്ചസാരയും ചേർത്ത് നിങ്ങൾക്ക് പായസം ഉണ്ടാക്കി ഭഗവാന് വെക്കാം. അതല്ലെങ്കിൽ വെറുതെ ഒരു ഗ്ലാസ് പാല് കാച്ചിയിട്ട് ഭഗവാന് വെക്കാം. 2 പഴം ഭഗവാന് വെക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ എന്താണോ ഭഗവാന് നമുക്ക് കൊടുക്കാൻ ഇഷ്ടം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. നമുക്ക് എന്താണോ ഉള്ളത് അതാണ് നമ്മൾ ചെയ്യുന്നത്. അവൽ വെക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അരി കൊണ്ടുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് ഭക്ഷിക്കാൻ കഴിയില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഭക്ഷിക്കാം. അതാണ് ചെയ്യേണ്ടത്. പരമാവധി സമയം നമ്മൾ പ്രാർത്ഥിക്കുക നാളത്തെ ദിവസം. അതിനുശേഷം നിങ്ങൾ ഏത് രീതിയിലാണോ വ്രതം എടുക്കുന്നത്, അതായത് നിങ്ങളുടെ ആഹാരക്രമം ആ രീതിക്കൊക്കെ നിങ്ങൾ എടുക്കുക. പകൽ സമയത്ത് പിന്നെ ഉറങ്ങാതിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കണം. അതുപോലെ തലയിൽ നമ്മൾ എണ്ണ തേക്കരുത് എന്ന് പറയുന്നത്, എണ്ണയൊക്കെ നിറച്ച് തേച്ച് കഴിഞ്ഞാൽ ചിലപ്പം പകലൊക്കെ ചിലപ്പോൾ ഉറക്കം വരും. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ തേക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ഉറങ്ങാതെ പരമാവധി സമയം ഭഗവാനെ പ്രാർത്ഥിക്കുക, ജപിക്കുക. ജപമാല ഉപയോഗിച്ച് നിങ്ങൾ ജപിക്കാൻ തന്നെ ശീലിക്കുക. ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. സഫല ഏകാദശി ദിവസത്തിൽ തുളസി ചെടി, നിങ്ങളുടെ വീട്ടിൽ തുളസി ചെടികളുണ്ടെങ്കിൽ ആ തുളസി ചെടിക്കൊക്കെ നമുക്ക് ജലം ഒഴിക്കരുത്. ജലം ഒഴിക്കാതെ തന്നെ തുളസി ചെടിയൊക്കെ നമുക്ക് വലം വെച്ച് പ്രാർത്ഥിക്കാം. തുളസി ദേവി മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഏകാദശിയിൽ തുളസിയെ ആരാധിക്കുന്നത് ഭക്തർക്ക് അത്യധികമായ സന്തോഷവും ഐശ്വര്യവും കൈവരിക്കാനായിട്ട് കഴിയും. എന്നാൽ ഏകാദശി നാളിൽ തുളസിക്ക് യാതൊരു കാരണവശാലും വെള്ളം അർപ്പിക്കരുത്, തുളസി ഇലകൾ പറിക്കരുത്. കാരണം ഏകാദശി നാളിൽ തുളസി മാതാവ് മഹാവിഷ്ണുവിനായി വ്രതം അനുഷ്ഠിക്കുകയാണ്, അതായത് ഉപവസിക്കുകയാണ് അന്നത്തെ ദിവസം. അതുകൊണ്ട് ആ ദിവസം ദേവിയെ യാതൊരു കാരണവശാലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അന്നേ ദിവസം ദേവിയെ വലം വെച്ച് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാവൂ. അതുപോലെ ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ സഫല ഏകാദശി ദിവസം മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് നാരായണ കവചം ജപിക്കുന്നത് വളരെ നല്ലതാണ്. സഫല ഏകാദശി മുതൽ ഒരു 11 ദിവസം മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തിട്ട് നിങ്ങൾ നാരായണ കവചം ജപിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലമുണ്ടാകുമെന്നാണ് പറയുന്നത്. നാരായണ കവചം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങളത് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് അത് ജപിക്കാം. അതായത് നാളെ മുതൽ ഏകാദശി ദിവസം
ദിവസം മുതൽ ഒരു 11 ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഏകാദശി ദിവസം നമ്മൾ ദാനം ചെയ്താൽ നമുക്ക് സാമ്പത്തികമായുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ദാനങ്ങളൊക്കെ ചെയ്യുന്നത് സാമ്പത്തികമായ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിനായിട്ട് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഏകാദശി നാളിൽ വാഴയെ പൂജിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നു. വെള്ളത്തിൽ മഞ്ഞൾ കലക്കിയിട്ട് 7 തവണ വാഴയെ പ്രദക്ഷിണം വെച്ചിട്ട് 7ാമത്തെ തവണ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഈ വെള്ളവും മഞ്ഞളും കൂടെയുള്ള ആ ഒരു മിശ്രിതം വാഴയ്ക്ക് ഒഴിച്ചിട്ട് വാഴയെ നമുക്ക് പ്രാർത്ഥിക്കാം. വാഴയോട് നമ്മൾ ആ സമയത്ത്, അതായത് ഈ വലത്ത് വെക്കുന്ന സമയത്ത് ഓം ബ്രീം ബൃഹസ്പതേ നമ, ഒന്നുകൂടെ ഞാൻ പറയാം, ഓം ബ്രീം ബൃഹസ്പതേ നമ എന്ന മന്ത്രം നമ്മൾ 7 തവണയും വലം വെക്കുമ്പോൾ നമ്മൾ ജപിച്ചുകൊണ്ട് വലം വെക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരു പണ്ട് മുതലേ പറഞ്ഞ് ഇങ്ങനെ ചെയ്തു പോകുന്ന ആചാരങ്ങളാണ്. പിന്നെ ചോറ് കഴിക്കരുത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അരിയാഹാരം യാതൊരു കാരണവശാലും ഏകാദശി ദിവസം ചെയ്യരുത്. പിന്നെ പാരണ വീടേണ്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ പാരണ വീടണം. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉപേക്ഷയും വിചാരിക്കരുത്. അതിനു മുമ്പ്, ആ സമയത്തിന് മുമ്പോ അതിന് ശേഷമോ പാരണ വീടരുത്. ഇനി ആ സമയത്ത് നിങ്ങൾ വീട്ടിലില്ല, നമുക്ക് ജോലി സ്ഥലത്താണെങ്കിൽ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും നിങ്ങളുടെ പാരണ വീടാവുന്നതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി സഫല ഏകാദശിയുടെ കഥ എന്താണ്, അതായത് ഭഗവാൻ മഹാവിഷ്ണു യുധിഷ്ഠിരനോട് എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. യുധിഷ്ഠിര മഹാരാജാവ് മഹാവിഷ്ണുവിനോട്, അതായത് ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, ഈ സഫല ഏകാദശിയുടെ കഥ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? എന്താണ് ഈ ഏകാദശി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു, അതായത് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ഈ ഐശ്വര്യകരമായ കഥയെന്നുള്ളത്. പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ മഹിഷ്മത് എന്ന രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ തലസ്ഥാനമായിരുന്നു ചമ്പാവതി എന്ന് പറയുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തെ രാജാവായിരുന്നു മഹിഷ്മത് രാജാവ്. ഈ രാജാവിന് 5 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്തയാൾ എപ്പോഴും പാപകർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. രാജാവിൻ്റെ സ്വത്തെല്ലാം ധൂർത്തടിക്കുകയും മദ്യപാനം, ഇങ്ങനെയൊക്കെയുള്ള ചൂതാട്ടം, ഇതുപോലുള്ള അധാർമിക പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ബ്രാഹ്മണരെയും ഭഗവാനെയും ഒക്കെ നിരന്തരം എന്ത് ചെയ്തിരുന്നു? ക്ഷേത്രങ്ങളെയും ഒക്കെ വിമർശിച്ച് ആകെ ഒരു സ്വസ്ഥത കുറവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ആളായിരുന്നു ഈ രാജാവിൻ്റെ മൂത്ത മകൻ. അങ്ങനെ വൈഷ്ണവരെയും ദേവതകളെയും എല്ലാം ആക്ഷേപിച്ച് നിരന്തരം സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് രാജാവിനും മറ്റുള്ള മക്കൾക്കുമൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയും അവസാനം ഈ പാപകരമായ പെരുമാറ്റം കണ്ടിട്ട് മഹിഷ്മത് രാജാവ് അവന് ലുംഭക് എന്ന് പേരിട്ടു. ലുംഭക് എന്ന് പേരിട്ടതിന് ശേഷം സഹോദരന്മാരുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷം അവനെ ആ രാജ്യത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? രാജാവ് പുറത്താക്കുന്നു. അങ്ങനെ ലുംഭക് വനത്തിലൊക്കെ അലഞ്ഞു നടക്കുന്നു. അങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴും ഇദ്ദേഹം, ഈ ലുംഭക് എന്ന് പറയുന്ന ഈ മൂത്ത പുത്രൻ, അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. കവർച്ചകളും ഒക്കെ നടത്തി ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ മദ്യപിച്ചുമൊക്കെ കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. മദ്യപിച്ചും കാട്ടിലെ മൃഗങ്ങളെയൊക്കെ പിടിച്ച് കൊന്ന് ഒക്കെ ഇങ്ങനെ കഴിച്ചൊക്കെ ഇങ്ങനെ ജീവിച്ചൊക്കെ ഇങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സമയത്ത് ഈ കാട്ടിൽ ഒരു ആൽമരമുണ്ടായിരുന്നു. അങ്ങനെ ഈ ലുംഭക് എന്ന് പറയുന്ന ഈ രാജാവിൻ്റെ മൂത്തപുത്രൻ ഈ ആൽമര ചുവട്ടിൽ ഉറങ്ങാൻ തുടങ്ങി, കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പുള്ളി അവിടെ പോയിരിക്കും, അവിടെ കിടന്നുറങ്ങും. ആ രീതിയിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. പക്ഷേ അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ആൽമരത്തിന് ഒരു പ്രത്യേകമായ ഒരു ശക്തിയും ദൈവാധീനവും ദൈവികതയും ഒക്കെ ഉള്ള ഒരു വൃക്ഷമാണ് ഈ ആൽമരം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിരന്തരം കുറേ നാൾ കിടന്നുറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ ലുംഭകിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ലുംഭകിന് ഒരു വയ്യായികയൊക്കെ വന്നു. അങ്ങനെ പുള്ളി ഇങ്ങനെ വേച്ചൊക്കെ നടക്കുന്നു, ആഹാരമൊന്നും കഴിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല. ആ നിലയിലേക്കൊക്കെ പുള്ളി ഇങ്ങനെ പോയിട്ട് ഒരിടത്തങ്ങ് വീണു പോവുകയാണ്. അങ്ങനെ വീണു പോയിട്ട് പുള്ളി ഇങ്ങനെ അബോധാവസ്ഥയിലാകുന്നു. അങ്ങനെ 10 ദിവസം പുള്ളി ഇങ്ങനെ അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടന്നു. എന്നിട്ട് 11ാമത്തെ ദിവസം പുള്ളി എന്ത് ചെയ്യുന്നു? ഈ സഫല ഏകാദശി ദിവസമാണ് ഈ 11ാമത്തെ ദിവസം. പുള്ളി എഴുന്നേൽക്കുന്നു. ഈ ലുംഭക് എഴുന്നേറ്റിട്ട് ഇങ്ങനെ, അപ്പോഴാണ് ഞാൻ വേറെ എവിടെയോ ആണ്
നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി ഇങ്ങനെ വേച്ച് നടന്ന് ആ സ്ഥിരമായി കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ആൽമരത്തിൻ്റെ ചൂട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ ആ ആൽമരത്തിൻ്റെ ചൂട്ടിൽ വന്നിട്ട് കയ്യിൽ പുള്ളി കാട്ടിൽ നിന്ന് കുറച്ച് പഴങ്ങളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പഴങ്ങളെല്ലാം ഈ ആൽമരത്തിൻ്റെ ചൂട്ടിൽ അതിൻ്റെ വേരുകളിലേക്ക് നോക്കി വെച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ മഹാവിഷ്ണു ആണെന്ന്, ആ മരത്തെ ഭഗവാൻ മഹാവിഷ്ണു ആണെന്ന് സങ്കല്പിച്ചിട്ട് ഈ പഴങ്ങൾ അങ്ങ് സ്വീകരിക്കൂ, എന്നിട്ട് അങ്ങ് എൻ്റെ പ്രസാദിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പഴങ്ങൾ ഭഗവാന്, അതായത് ഈ ആൽമരത്തിന് സമർപ്പിച്ചിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ രാത്രി മുഴുവൻ, അന്ന് പകലും രാത്രി മുഴുവനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം സഫല ഏകാദശിയാണ്. ലുംബകന് അതൊന്നും അറിയില്ല. പക്ഷെ അന്നത്തെ ദിവസം മുഴുവൻ ഈ വയ്യാതിരുന്ന അവസ്ഥയിലും എന്ത് ചെയ്യുകയാണ്, ലുംബക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഒരു അശരീരി കേൾക്കുകയാണ്. എന്നിട്ട് ആ അശരീരി പറയുകയാണ്, രാജകുമാര, അങ്ങ് വളരെ മനോഹരമായ രീതിയിൽ സഫല ഏകാദശി വ്രതം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സഫല ഏകാദശിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ രാജ്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തമനായ ഒരു പുത്രനെയും ലഭിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ആ ശരീരി നിൽക്കുകയാണ്. അങ്ങനെ കാലക്രമേണ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ലുംബക് എന്ന് പറയുന്ന ആൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയും തനിക്ക് നഷ്ടപ്പെട്ടു പോയ രാജ്യമൊക്കെ തിരിച്ചു കിട്ടുകയും അങ്ങനെ നല്ലൊരു വിവാഹത്തിലേക്ക് പോവുകയും സൽപുത്രനെ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപയാലാണ് അദ്ദേഹത്തിന് മനോജ്ഞ എന്ന് പറയുന്ന സുന്ദരനായ ഒരു പുത്രൻ ജനിക്കുന്നത്. ആ കുട്ടി വളർന്നപ്പോൾ രാജ്യത്തോടുള്ള ആസക്തിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ലുംബക് എന്ത് ചെയ്യുന്നു, ഇതെല്ലാം മകനെ, ഈ രാജ്യമെല്ലാം മകനെ ഏൽപ്പിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സാമീപ്യത്തിലേക്ക് പോയി. അവിടെ ഒരിക്കലും ദുഃഖമുണ്ടാകുകയില്ല. അതായത് അദ്ദേഹം ഒരു തീർത്ഥാടനത്തിന് പോവുകയും ആ തീർത്ഥാടനത്തിൽ അദ്ദേഹം ഭഗവാന്റെ പാദത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. വിഷ്ണുപാദം അദ്ദേഹം പോകുന്നു. അങ്ങനെ ഈ സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഇഹലോകങ്ങളിൽ, അതായത് പരലോകത്ത് പോലും വളരെയധികം പരമാനന്ദം ലഭിക്കുമെന്നും നമ്മളുടെ ഈ ലോകത്തിലും ഇപ്പോൾ നമ്മൾ ലൗകിക ജീവിതത്തിൽ നമുക്ക് എല്ലാ പ്രയാസങ്ങളും മാറി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുകയും അതുകൂടാതെ തന്നെ നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുകയും ഇനി പരലോകത്ത് പോലും നമുക്ക് എല്ലാവിധത്തിലുള്ള പുണ്യങ്ങളും ലഭിക്കുമെന്നാണ് ഭഗവാൻ ഈ കാര്യം പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഫല ഏകാദശി ദിവസം പരമാവധി സമയം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട. പരമാവധി സമയം നിങ്ങൾ ജപിക്കുക. ജപമാല ഉണ്ടെങ്കിൽ ആ ജപമാലയിൽ ഒരു തവണ നമ്മൾ ജപിച്ച് കഴിയുമ്പം 108 തവണയാവും. പിന്നെ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് ഇരുന്ന് ജപിക്കാം. അതല്ലാതെ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് അങ്ങനെയുള്ള ഒരു നിഷ്ഠയൊന്നും വെച്ച് നിങ്ങൾ ജപിക്കേണ്ട. നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ജപിക്കാൻ പറ്റുന്നത് അപ്പോഴൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക. ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് ജപിക്കാം. ഇത്രയാണ് മഹാവിഷ്ണുവിൻ്റെ സഫല ഏകാദശിയുടെ പുണ്യമായ കഥയെന്ന് പറയുന്നത്. ഇത് ഭഗവാൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഫല ഏകാദശി വ്രതം ഭംഗിയായി അനുഷ്ഠിക്കുക. പിന്നെ നാളെ ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ഒക്കെ അവതാര കഥകൾ പറയാം. അതിനു മുമ്പുള്ള അവതാര കഥകൾ, അതായത് പരശുരാമൻ ശ്രീരാമൻ വരെയാണ്, അതായത് ദശാവതാരങ്ങൾ ശ്രീരാമൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ബാക്കിയുള്ള കഥകളും കൂടെ നാളെ മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നാളെ ഞാൻ ബലരാമസ്വാമിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഒക്കെ കഥകൾ പറയാം. നിങ്ങളതെല്ലാവരും കേൾക്കുക. പരമാവധി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.